സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു ഒരു ഫോണൊന്നുണ്ടായി. അപ്പോൾ ഞാൻ നേരെ മൊബൈലൊക്കെ ചാർജിനൊക്കെ കുത്തി ശരിയാക്കി തിരിച്ചു വിളിച്ചു. അപ്പോൾ തിരിച്ചു വിളിച്ച് നോക്കുമ്പോൾ മലപ്പുറം പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ എനിക്കതൊരു കേസുണ്ടെന്ന് പറഞ്ഞു. ഈയിടെ ഞാനൊരു ഷിയാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വീട്ടിലൊക്കെ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അത് കാസർഗോഡ് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അതിനോടനുബന്ധിച്ച് വല്ല കേസും ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ് മതം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ക്രിസ്ത്യൻ മതമാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞു ഒരു കേസ് എനിക്കിപ്പോൾ ആൾറെഡി കുമ്പള പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഒരു വീഡിയോക്ക് 2 കേസെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പോൾ മുസ്ലിങ്ങളെങ്ങാനും ക്രിസ്ത്യാനികളുടെ പേരിൽ കളിക്കുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു കേസ് തന്ന ആളുടെ പേര്. അപ്പോൾ പറഞ്ഞു അത് ക്രിസ്ത്യൻ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ പേര് പറയാൻ പറ്റില്ല, പക്ഷെ ആൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വല്ലാത്ത കുരുവാണ്. ഇതിപ്പോൾ 2ാമത്തെ കേസാണിപ്പോൾ വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കേസൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവർ പരമാവധി പ്രഷർ ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ നല്ല പ്രഷറിങ് ആണ്, ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ഇവർ സമ്മതിക്കൂല എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്തെങ്കിലും ആയാൽ തന്നെ ഇപ്പോൾ ഒരു കച്ചവടമായാലും നമുക്ക് ബിസിനസ് തരണ്ടേ. ഇപ്പോൾ എല്ലാ മതക്കാരെയും വെറുപ്പിച്ച സ്ഥിതിക്ക് അത് സാധ്യത വളരെ കുറവാണ്. എന്നാലും ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ അല്ലാത്ത മനുഷ്യരും ഒരുപാട് പേരുണ്ട്, അത് വേറെ കാര്യം. ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിലും എന്നെ സഹായിച്ച ആൾക്കാർ വേറെയുണ്ട്, അത് വേറെ വിഷയം. സമൂഹത്തെ പറ്റിയിട്ട് എനിക്ക് ഇപ്പോൾ വലിയ നല്ല കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. കാരണം മതം, വർഗീയത, ജാതി, ചില സംഖ്യകളുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം നുണ ഇവർ പറഞ്ഞു വരുത്തുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ അജ്മീർ ദർഗ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ശിവക്ഷേത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറഞ്ഞിട്ട് ഇവർ വൺസ് വഖഫ് ആൾവേസ് വഖഫ് എന്ന് പറയുന്നതും ഇതേ സംഖ്യകളാണ്. എന്നോ തെളിവൊന്നുമില്ല, ഒരു ചൂണ്ടിക്കാണിച്ചാൽ മതി അവിടെ സർവേ നടത്തുക, പിന്നീട് ബലമായിട്ട് പൊളിക്കുക, പൂട്ടിക്കുക. അപ്പോൾ അത് മതജീവികളുള്ള എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒന്നാണത്. അത് പ്രത്യേകിച്ചിട്ട് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. പക്ഷെ അതിൻ്റേതായ ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അവഗണിക്കാവുന്നൊരു ജനസംഖ്യയല്ല. ആദ്യം അവർ ഒന്ന് താഴ്ന്നു നിൽക്കും, അങ്ങനെയാണല്ലോ. പിന്നെ അവസാനം ഇത് ഗതികെട്ട് കഴിഞ്ഞാൽ ആരും കടിക്കുന്നൊക്കെ പറയുന്ന പോലെ പിന്നീട് അത് എല്ലാവരെയും ബാധിക്കും. മതം കൊണ്ട് കളിക്കുന്നത് അത്ര നല്ല പണിയല്ല എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാറുള്ളത്. അതായത് എല്ലാവരെയും ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ, ലബനാൻ, ഗസയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗസയിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഗസക്കാരാണെങ്കിലും ലബനാനുകാരാണ്, ഇസ്രായേലുകാരും ദുരിതം അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ബിസിനസ് യോഗ്യമല്ലാതാകും, ആൾക്കാർ വരുന്നത് കുറയും. നമുക്കും ബിസിനസ് ചെയ്യാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതൊക്കെ വളരെ വിനാശകരമായ ഒരു കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഇന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് മുസ്ലിങ്ങളോടൊക്കെ വല്ലാത്ത ഒരു പക വരാറുണ്ട്. പക്ഷേ പിന്നീട് ചിന്തിക്കും, അപ്പോൾ നമ്മൾ പകയോടുകൂടി പെരുമാറുമ്പോൾ പിന്നെ അതായത് നമ്മളിതുവരെ പൊരുതിയത് എന്തിന്? പകക്കെതിരെ, വർഗീയതക്കെതിരെയൊക്കെയാണ് നമ്മളിതുവരെ പൊരുതിയത്. പക്ഷേ ഇവർക്ക് എന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പം ഞാൻ എൻ്റെ പങ്കാളിയോട് പറഞ്ഞു, എന്നെ 686 ദിവസം എന്നെ അകത്തിട്ട് എൻ്റെ ജീവിതം തകർത്ത് എന്നെ ഒന്നുമല്ലാതാക്കിയ 18 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ദുബായിലുള്ള എൻ്റെ ജീവിതം എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നെ 2 വർഷം അകത്തിട്ട് അതിനകത്തൊരുപാട് ദ്രോഹം. ഇതൊക്കെ ദ്രോഹിച്ചിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ പഠിച്ച ഈ പഠിപ്പിസ്റ്റുകൾ ആൾക്കാരുടെ കൂടെ കൂടണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് എത്രമാത്രം മണ്ടത്തരമാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് കേസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികൾ, എല്ലാ മതക്കാരും കണക്കാണ്. അപ്പോൾ BJP-കാർക്ക് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിന് അവർ വളരെ വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത്. ഇപ്പോൾ അടിമത്തം എന്നൊക്കെ പറഞ്ഞിട്ട്, അടിമത്തം ശരിയാണ്, എല്ലാ മതത്തിലും അടിമത്തമുണ്ട്. അടിമത്തമില്ലാത്ത ഏത് മതമാണ് ഉണ്ടായിരുന്നത്? അടിമത്തത്തെക്കാളും വലിയ വൃത്തികേടായിരുന്നു ജാതീയത. അപ്പോൾ ആ ജാതിയൊക്കെ അനുകൂലിച്ചിരുന്നവർ ഈ അടിമത്തത്തെ പറയുന്നതിൽ അർത്ഥം എന്താണ്? ഓക്കെ, മറ്റുള്ളവർക്ക് പറയാം. മതം വിട്ട് മനുഷ്യരായ ആളുകൾക്ക് അടിമത്തം, അടിമത്തം ആര് ചെയ്താലും തെറ്റാണെന്ന് പറയാൻ ആർജവമുള്ള, ന്യായമുള്ള, ബോധമുള്ള ഒരുത്തന് ഇസ്ലാമിൻ്റെ അടിമത്തത്തെ എതിർക്കാം. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളിലും അടിമത്തം ഉണ്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ എല്ലാവരും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആധുനികമായിട്ട് ഗതികേട് കൊണ്ട് പലരും അവർക്ക് അവരുടെ മതത്തിലെ വൃത്തികേടുകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുള്ളൂ. അപ്പോൾ ആധുനിക മൂല്യങ്ങൾ നമ്മൾ പിൻപറ്റുക, ഇനിയും ആധുനികനാവുക എന്ന് മാത്രമേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.